നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഐരണ ദുർമദ ശത്രുവധോദിത ദുർധര നിർച്ഛര ശക്തിഭൃതേ ചതുര വിചാരധുരീണ മഹാശിവ ദൂതകൃതാ പ്രമഥാധിപതേ ദുരിത ദുരീഹ ദുരാശയ ദുർമതി ദാനവ ദൂതകൃതാന്തമതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐशरणागत वैरिवधूवर वीरवराभयदायकरे त्रिभुवनमस्तकशूलविरोधि शिरोधि कृतामलशूलकरे दुमि दुमि तामर दुन्दुभिनादमहोमुखरीकृत दिक्मकरे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ निज हुंकृति मात्र निराकृत धूम्र विलोचन धूम्रशते समर विशोषित शोणित बीज समुद्भव शोणित बीजलते शिव शिव शुंभ निशुंभ महाहवतर्पित भूत पिशाचरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ मयि दीनदयालुतया कृपयैव त्वया भवितव्यमुमे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ मयि दीनदयालुतया कृपयैव त्वया भवितव्यमुमे ऐ जगतो जननी कृपयासि यथासि तथानुमितासि रते यदुचिदमत्र भवत्युररीकुरुता दुरतापमपाकुरु मे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. എടോ, താനല്ലേ പറഞ്ഞത് അസുഖം കൂടിക്കഴിഞ്ഞാ ദൈവന്മാരുടെ നാമം ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഏട്ടാ, സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമായിരുന്നോ? സൂര്യ, ഞാൻ എന്താണ് പറയേണ്ടത്? ഞാനിത് കേട്ടിട്ടുണ്ട്, ഒന്നോ രണ്ടോ തവണ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അത് ചെറുപ്പത്തിലായിരുന്നു. പക്ഷേ നീ ഇതെങ്ങനെ? ദൈവകാര്യങ്ങൾ പറയുമ്പോ അത്ര താല്പര്യം കാണിക്കാതിരുന്നിട്ട് പോലും. ഇയാൾക്ക് വേണ്ടിയല്ല അച്ഛാ. സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാം? പഠിച്ചു. ഇന്നലെ ഞാൻ ഓൺലൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. കുറേ തെരഞ്ഞപ്പോ കിട്ടി. പിന്നെ ഒരുപാട് തവണ അങ്ങ് കേട്ടു, നേരം വെളുക്കുന്നവരെ. അങ്ങനെ അതങ്ങ് കാണാപ്പാടായി. എന്റെ ഞെട്ടല് ഇതുവരെ മാറിയിട്ടില്ല. ഇത്രയും മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഒരാള്. നിന്നെ മനസ്സിലാക്കാത്തവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയ ജന്മങ്ങളാണ്. നിന്റെ ഉള്ളിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ, നിന്റെ ഉള്ളിലുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഈ വീട്ടിൽ ആരും നിന്നോട് എതിർത്ത് പറയില്ലായിരുന്നു. മോളെ നന്ദിനി, മറ്റാരും വേണ്ട, നിന്നെ നോക്കിക്കൊള്ളാന്ന് ഇവൻ പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു.
പക്ഷെ ഇനി അച്ഛൻ ആ പേടിയില്ല. എന്റെ മോൻ നോക്കിക്കോളും നിന്നെ. നന്ദിനി, തന്റെ അസുഖം മാറാൻ വേണ്ടി എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യും. എത്ര വേണമെങ്കിലും ഞാൻ കഷ്ടപ്പെടും. അത് എന്റെ തീരുമാനമാണ്. ആ അച്ഛാ, നമുക്ക് പോവാം. നീ എന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാൻ സന്തോഷിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞ? എടി, ഏട്ടന്റെ സ്നേഹം കണ്ടോ നീ? ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും വേറെ ആരെ അടിക്കിട്ട? ആരതി, എന്റെ കണക്കൂട്ടലുകള് ചിലത് സൂര്യ സാറിന്റെ കാര്യത്തില് എവിടെയോ പഴച്ചു പോയതുപോലെ തോന്നുക. സാർ ഇത്രയ്ക്ക് കരുണ എന്നോട് കാണിക്കുമ്പോ ആ മനുഷ്യൻ എന്നോട് ചെയ്ത മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോവാ.